വടക്കാഞ്ചേരി ചാലിക്കുന്ന് പ്രദേശത്തെ രാധാകൃഷ്ണൻ, മകൻ രാജീവ് എന്നിവർ സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാനാകാതെ ഭീതിയിൽ. വടക്കാഞ്ചേരി പട്ടണത്തോട് ചേർന്ന് ചാലിക്കുന്ന് പ്രദേശത്ത് സ്വന്തമായി പണിത വീട്ടിലാണ് ഉടമസ്ഥനായ രാധാകൃഷ്ണൻ, രാജീവ് എന്നിവർക്ക് അന്തിയുറങ്ങാൻ കഴിയാതെ 1 വർഷം തികയുന്നത്. വീടിനോട് ചേർന്ന് സ്ഥലം ഉടമ അനധികൃതമായി മണ്ണെടുത്തതിനാൽ വീട് ഏതു നിമിഷവും ഇടിഞ്ഞു താഴും എന്ന സ്ഥിതിയിലാണ്. 1 വർഷം മുൻപ് യാതൊരുവിധ അനുമതികളും കൂടാതെയാണ് വീടിനോട് ചേർന്ന സ്ഥലത്തെ മണ്ണെടുത്തതെന്ന് രാജീവ് പറയുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ രാജീവ് ഇടപെട്ടതിനാൽ കുന്നിടിക്കൽ നിർത്തിയെങ്കിലും വീട്ടുകാർ അന്നുമുതൽ ബന്ധുവീടുകളിൽ മാറി താമസിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ വീടിനോട് ചേർന്ന് മറ്റൊരു ഭാഗം കൂടി ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. പൂട്ടിയിട്ട വീട്ടിൽ ഇടയ്ക്കിടെ വന്നുപോയിരുന്ന ഇലക്ട്രീഷ്യനായ രാജീവിന് ഇപ്പോൾ പകലും രാത്രിയും എന്നില്ലാതെ വീട്ടിൽ വരാൻ പോലും ഭയമാണെന്ന് പറയുന്നു. വടക്കാഞ്ചേരി മേൽപ്പാലം റോഡിൽ എല്ലാ വർഷവും മണ്ണിടിയുന്ന പ്രദേശത്തിന് തൊട്ടടുത്തു തന്നെയാണ് ഉയർന്നു കിടക്കുന്ന ചാലിക്കുന്ന് പ്രദേശവും. വീണ്ടും പരാതികളുമായി മുന്നോട്ടു പോകുമെന്നും ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് സ്വന്തം വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിത്തരണം എന്നാണ് രാജീവിനും കുടുംബത്തിനും അധികാരികളോട് പറയാനുള്ളത്. കഴിഞ്ഞ വർഷത്തിലാണ് എൻ്റെ അയൽവാസിയായ ആദം എൻ്റെ അതിർത്തിയിൽ നിന്ന് അനധികൃതമായിട്ട് മണ്ണെടുത്തിട്ട് എൻ്റെ അതിർത്തിയോട് ചേർത്തെടുത്തു. അപ്പോൾ ഞാനത് അറിഞ്ഞ് വന്നിട്ട് തടയുണ്ടായി. എന്നിട്ട് താലൂക്കിൽ സ്ക്വാഡിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ പേപ്പർ വർക്കൊക്കെ ചെയ്തു വരികയാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ വർഷം ഈ ഓഗസ്റ്റ് 3-ന് അന്ന് മണ്ണെടുത്ത ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് എൻ്റെ അതിർത്തി ഇടിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷം മുതലേ ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അച്ഛനെയും ഭാര്യേനെയൊക്കെ ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചു. ഞാൻ മാത്രമായിരുന്നു ഇടയ്ക്ക് വന്ന് താമസിച്ചിരുന്നത്. ഇപ്പോൾ എനിക്ക് വരെ വരാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുകയാണ്. പകൽ മഴയില്ലാത്ത സമയത്ത് മാത്രമേ ഇവിടെ വരാൻ ധൈര്യപ്പെടുന്നുള്ളൂ. അപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഇപ്പോൾ ഇവിടെ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അധികാരികൾ ഇടപെട്ടിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ചെയ്യണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഈ പരാതി 1 വർഷം മുൻപേ നൽകിയിട്ട് അധികാരികളുടെ ഭാഗത്തു നിന്നും എന്ത് നടപടികളാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്? അതിപ്പോൾ ഈ വർഷമാണ് ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ ഭാഗമായിട്ട് അവർ വിളിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ വന്ന് സൈറ്റ് വന്ന് കാണുകയൊക്കെ ഉണ്ടായിരുന്നു. പേപ്പർ വർക്ക് മൂവിങ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വർഷം ഇത് ഓഗസ്റ്റ് 3-ന് വീണ്ടും ഞാൻ പോയിട്ട് പരാതിപ്പെട്ടു. അപ്പോൾ അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നടപടി വരുമെന്നാണ് പറഞ്ഞത്. അവർ ഭയാനകമായിട്ടാണ് ഇരിക്കുന്നത്. വീടിനോട് ഏകദേശം ഒരു 4 അടിക്ക് താഴ്ന്നു പോയിരിക്കുകയാണ്. ഇനി കൂടുതലായിട്ട് വീടിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദികൾ ആരായിരിക്കും? ഒന്നുകിൽ ഞാൻ തന്നെ ഇവിടെ വന്ന് പോകേണ്ടൊരവസ്ഥയിൽ ആ സമയത്തൊക്കെയാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദികൾ ആരായിരിക്കും എന്നാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു നടപടി കൈക്കൊള്ളണമെന്ന് വിനീതമായി അപേക്ഷിക്കും.